വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗവേഷണ തുല്യമായ പഠനം നടത്തിയിട്ടാണ് കേരള ചരിത്രത്തിൽ, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു മാനിഫെസ്റ്റോ അവതരിപ്പിക്കുന്നത്. 2 വർഷമുള്ള തുടർച്ചയായ ശ്രമങ്ങളാണ്. എല്ലാ സെക്ടറിനെയും ടച്ച് ചെയ്തു പോയിട്ടുണ്ട്. അതിൻ്റെ ഫീസിബിലിറ്റി, വയബിലിറ്റി, പ്രായോഗികത ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓരോ വകുപ്പിനെയും സൂക്ഷ്മമായി പരിശോധിച്ച് ഞങ്ങൾ നിരന്തരമായി ഗവൺമെൻറ്റിനെ വിമർശിക്കുകയായിരുന്നു. ഞങ്ങൾ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു. എവിടെയെല്ലാം ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടു അവിടെയെല്ലാം കേരളത്തെ ഞങ്ങൾ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ചെയ്തിരിക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇതെല്ലാം നടപ്പാക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അല്ല, ആ ഖജനാവ് അതായിരിക്കില്ല. UDF ഭരിക്കുമ്പോൾ അതായിരിക്കില്ല കേരളത്തിൻ്റെ ഖജനാവ്. ഇപ്പോൾ പൂച്ച കെട്ടിക്കിടക്കുന്ന ഖജനാവ് ആയിരിക്കില്ല. ഈ പദ്ധതിയിൽ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന അടക്കമുള്ള നിരവധി പദ്ധതികളുണ്ട്. പിന്നെ കോടിക്കണക്കിന് രൂപയുടെ ലീക്കേജാണ് ഖജനാവിൽ നിന്നും. അതെല്ലാം അടയ്ക്കും, അപ്പോൾ ശരിയായിക്കോളും. പിന്നെ ടാക്സ് കിട്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, 4000 രൂപ ഒരു പവന് സ്വർണത്തിന് വിലയുണ്ടായിരുന്നപ്പോൾ കിട്ടിയത് 500 കോടി രൂപയാണ് സ്വർണത്തിൽ നിന്ന് കിട്ടിയിരുന്ന ടാക്സ്. ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് മീതെ അല്ലേ, പറയാൻ പറ്റില്ല, ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ 25 ഇരട്ടി കിട്ടേണ്ടതാണ് 500 കോടി രൂപ. പക്ഷേ ഇപ്പോഴും 500 കോടിയാണ് കിട്ടുന്നത്. എവിടെ പോകുന്നു? ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചിട്ട് ഇവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ്. അതൊക്കെ എന്താണ് പാർട്ടി ഗ്രാമോ? പാലക്കാട് ഞങ്ങൾ 18,000 വോട്ടിന് ജയിച്ച സ്ഥലമാണ്. അവിടെയൊന്നും ഒരു പാർട്ടി ഗ്രാമവും ഇല്ല. അതൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തടഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള സംഘടനാശേഷി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് BJPക്കാർ വേണ്ടാത്ത പണിക്കൊന്നും ഇറങ്ങണ്ട. ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും ഞങ്ങളുടെ ക്യാൻഡിഡേറ്റിന്. അല്ല, അവരെല്ലാം ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അവരെല്ലാം ചെയ്യുന്നത് അവർ ചെയ്യേണ്ട ജോലി തന്നെ അവയർനെസ്സാണ് ചെയ്യുന്നത്. ബോധവൽക്കരണം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സർവീസ് സംഘടനകൾ, മഹിളാ സംഘടനകൾ, യുവജന സംഘടനകളൊക്കെ ചെയ്യുന്നുണ്ട്. അതുമാത്രം പോരല്ലോ ഇത് അവസാനിപ്പിക്കാൻ. ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് വേണം. നമ്മുടെ എക്സൈസും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കോമ്പിറ്റൻ്റ് ആണ് ചെയ്യുക. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. കാരണം കേരളത്തിലെ ഡ്രഗ് ട്രാഫിക്കിന് ഒരു പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട്, രാഷ്ട്രീയ രക്ഷാകർതൃത്വമുണ്ട്. ഞാൻ നിയമസഭയിൽ ആരോപിച്ചാണ്. CPM ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. മയക്കുമരുന്ന് മാഫിയയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കേരളത്തിലെ CPM ആണ്. അതുകൊണ്ടാണ് ബ്രേക്ക് ദ ഡ്രഗ് ചെയിൻ എന്ന് പറയുന്നത്. ആ ഡ്രഗ് ചെയിൻ്റെ ശൃംഖല ഉണ്ടല്ലോ, ഇതിൻ്റെ ഉത്ഭവം തൊട്ട് അവസാനം വരെയുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഞങ്ങൾ പൊളിക്കും. എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സാണ് ഞങ്ങൾ പിടിക്കാൻ പോകുന്നത്.